ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെളിവുകളെതിരെങ്കിൽ ആർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജു എബ്രഹാം. ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കുന്നില്ല. കുറ്റക്കാരെങ്കിൽ ആരെയും തൂക്കിയെടുത്ത് അകത്തിടാനാണ് സർക്കാരിന്റെ നിർദ്ദേശമെന്നും രാജു എബ്രഹാം. SIT അന്വേഷിക്കുന്ന അന്വേഷണം അത് മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ആ തെളിവുകൾ എൻ്റെ നേരെ വരട്ടെ, ഞാൻ അതിനകത്ത് പ്രതിയാകും. എനിക്കൊരു ഭയവും അക്കാര്യത്തിലില്ല. അപ്പം അന്വേഷണം തെളിവുകളോടെ ഏത് ആളുകളുടെ മുമ്പിൽ വന്നാലും അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ആരാണെങ്കിലും മുഖം നോക്കാതെ ഒരു നടപടി അവർ സ്വീകരിക്കട്ടെ. ഊഹാപോഹങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്ന പശ്ചാത്തലത്തിൽ ഇനിയും ഭയമില്ലാതിരിക്കാനാകുമോ CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്? അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വലിയ ഡയലോഗുകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? എത്രത്തോളം സാധിക്കും? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. തീർച്ചയായും അത്തരത്തിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ MLA ആയിരിക്കുന്ന ആൾ, ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന ഒരാൾ സവിശേഷമായ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതി CPM-നെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിന് ഉപയോഗിച്ചാലും അതൊക്കെ തന്നെ അസ്ഥാനത്ത് ആകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. പ്രത്യേകിച്ചും ഒരു തുമ്പുണ്ടെങ്കിൽ അതിൽ തിരികെ പിടിച്ചുകൊണ്ട് പ്രചാരണ ആയുധമാക്കി അതിനെ മാറ്റാൻ വേണ്ടി UDF-ഉം NDA-യും ശക്തമായി ഈ തെരഞ്ഞെടുപ്പ് രംഗം ഉപയോഗിക്കപ്പെടും എന്നതിനാൽ തന്നെ കേവലം അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ട് ഈ വിഷയത്തിൽ നിന്നും CPM-നോ സർക്കാരിനോ മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് A. പത്മകുമാറിനെ എത്തിച്ചത് CPM സംസ്ഥാന സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനാൽ തന്നെ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർക്ക് പിന്തിരിഞ്ഞ് മാറാൻ കഴിയുകയില്ല. വിശദാംശങ്ങൾ വരട്ടെ, അതിനുശേഷം ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പരിശോധനകൾ നീളുമെന്ന സൂചനകൾ അഡ്വക്കേറ്റ് രാജു എബ്രഹാമിന്റെ അവസാന ഘട്ടത്തിലെ പ്രതികരണത്തിൽ നിന്നും വന്നിട്ടുണ്ട്. തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പാർട്ടിയോടുകൂടി വിശദീകരിച്ചിട്ടുള്ളത്. പുതിയ പശ്ചാത്തലത്തിൽ ഈ വിഷയം ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും പരിശോധിക്കും. കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലയളവിൽ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിനെതിരെ പരസ്യമായി ആവർത്തിച്ച് പ്രതികരണങ്ങൾ നടത്തിയ നേതാവാണ് A. പത്മകുമാർ. പക്ഷേ അദ്ദേഹത്തിനെതിരെ പരസ്യമായ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ഈ ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ പാർട്ടിയിൽ പ്രബലൻ തന്നെയാണ് അദ്ദേഹം എന്നുള്ളത് വ്യക്തമാണ്. മറ്റൊന്ന്, NSS-ഉമായി അദ്ദേഹം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ പോയാൽ സാമുദായിക സംഘടന എന്നുള്ള തരത്തിൽ NSS-ന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ട് ഒരു ജാഗ്രതയുടെ എന്ന പോലെയുള്ള നടപടി തന്നെയാണ് അദ്ദേഹത്തിനെതിരെ കൂടുതൽ കുറ്റകരമായ ശിക്ഷാ നടപടികളിലേക്ക് പാർട്ടി പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള SIT-യുടെ ഈ നടപടി അദ്ദേഹത്തിനെതിരെ ശക്തമായ ഏതെങ്കിലും നടപടിക്ക് കാരണമായി ഇടവരാനുള്ള ഒരു സാധ്യത കൂടി തുറക്കുകയാണ്. അത് തീർച്ചയായും CPM പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് ഘട്ടമാണ് എന്നതിനാൽ തന്നെ താൽക്കാലികമെന്നോണം അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നീക്കി നിർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ പാർട്ടിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഈ ആളിൽ നിന്നും മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾ കൂടി അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്നുള്ള ഒരു ധ്വനി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. SIT രൂപീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് തുടർ നടപടിയിലേക്ക് പോയ ഘട്ടത്തിൽ തുടർച്ചയായി മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു A. പത്മകുമാർ. ആ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ കുറ്റം ആരോപിച്ചതൊക്കെയും ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് എതിരെയാണ്. അതായത് സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്നുള്ളത് കേവലം ചെമ്പ് പാളികൾ എന്ന് മാറ്റിയതടക്കം ഉദ്യോഗസ്ഥരാണ്. പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പത്മകുമാർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു.